ഗെയിമിങ്ങും ഗാംബ്ലിങ്ങും കളിച്ചിട്ട് പൈസ കളയാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ 2-3 പേരെ ഞാൻ പരിചയപ്പെടുത്തരാം. ഒന്ന് മല്ലു ഫാമിലിയിലെ സുജി, 2 നിക് വ്ലോഗ്സ്, മൂന്നാമത്തത് ഫസ്മീന സക്കീർ, 4മത്തത് ഒരു വയനാടൻ വ്ലോഗ്സ്. അങ്ങനെ കുറച്ച് ഇനിയും ആൾക്കാരുണ്ട്. അതിൽ നമ്മളെ അപർണ ഷാജിയോ അങ്ങനെ ഒരു പുള്ളിക്കാരിയൊക്കെ പെടും. പിന്നെന്താ ക്രൗഡ് ഇടുവോ ആ സാധനങ്ങളൊക്കെ അതിൽ പെടും. ഇവരുടെയൊക്കെ പേജ് ഫോളോ ചെയ്ത് നിങ്ങൾ ഇവർ പറയുന്ന പോലെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് എളുപ്പത്തിൽ കളഞ്ഞു കുളിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള എക്സ്ട്രീം ട്രിക്സ് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അവർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലേ. എങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈ നാട്ടിൽ ആർക്കും പണിക്ക് പോകാതെ എല്ലാവർക്കും വീട്ടിൽ കുത്തിരുന്ന് ഫോണും കൈ പിടിച്ച് ഗെയിം കളിച്ചാൽ പോരെ. പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിച്ച് ജീവിക്കുന്നോടാ. ഈ ഗെയിമിങ്ങും ഗാംബ്ലിങ്ങും ആപ്പുകൾ ഇറക്കുന്നവർ തന്നെ നാട്ടുകാരെ പറ്റിക്കുക. അവർ നിങ്ങളെ പറ്റിക്കുന്നത്. നിങ്ങൾ അവരുടെ ഇന്ന് പൈസ മേടിച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നു. എന്തോന്നടേ ഇതൊക്കെ. നിങ്ങൾക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു. അത് നാട്ടുകാരുടെ ഐറ്റങ്ങളെയും കൂടെ പിരികേറ്റി അവരെല്ലാത്തിലും ഇതിൽ കൊണ്ടുപോയി ചാടിച്ച് അവരുടെ കയ്യിലെ ക്യാഷ് കളഞ്ഞു കുളിച്ച് അവരെ വേറെ ഏതെങ്കിലും ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടുന്നത് എന്തിനാണ്? നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യേ, വീട് വെച്ച് കൊടുക്കുകയെ, വെറുതെ കൊടുക്കുക. ഈ സൂചിനൊക്കെ റോട്ടിൽ കൂടെ പൈസ വെറുതെ കൊടുക്കുന്നത് കാണാം ആൾക്കാർക്ക്. ഞാൻ ഗെയിം കളിച്ച് കിട്ടിയ പൈസയാണ്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് നാട് മുഴുവൻ സപ്ലൈ നടക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പരോപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ലാതെ ആ ചെയ്യുന്നതും ഒരു ആഡാക്കി പ്രൊമോഷനാക്കി മറ്റുള്ളവർ അതിൽ കൊണ്ടുപോയി ചാടിക്കല്ലേ. ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഗെയിമും കാര്യങ്ങളൊന്നും കളിച്ചിട്ട് 5ന്റെ പൈസ കിട്ടാൻ പോകുന്നില്ല. കിട്ടുന്നവരുണ്ടാവും. നഷ്ടം കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് അതിൽ കുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് കൂടെ ഭാഗ്യമില്ല, നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ വെറുതെ പൈസ ഇറക്കി നിങ്ങളുടെ കയ്യിലെ പൈസ 100 രൂപയാണെങ്കിൽ 100 രൂപയ്ക്ക് വിലയുണ്ട് ഇല്ലേ? ഒരു തീപ്പെട്ടി നിങ്ങൾക്ക് അത്യാവശ്യ സമയത്ത് വാങ്ങണം, നിങ്ങളുടെ കയ്യിൽ 1 രൂപയുള്ളെങ്കിൽ ആ 1 രൂപയ്ക്ക് അപ്പം വിലയുണ്ട് അല്ല. ഇപ്പൊ തീപ്പെട്ടിന്റെ പൈസയും കൂടി 2 രൂപ തോന്നുന്നുണ്ട്. ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അത് ചോദിക്കുമ്പോൾ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. അനാവശ്യമായിട്ട് ഇത്തരത്തിൽ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടിട്ട് അങ്ങനത്തെ കുരുക്കിലൊന്നും പോയി ചാടാതിരിക്കുക. അവർക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. ആ വരുമാനത്തിന്റെ പുറമെ അവർ ഗെയിമും കൂടെ കളിച്ച് പൈസ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത് വെറുതെയാണ്. അവർക്ക് ഇവർ കൊടുക്കുന്ന പൈസ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആപ്പിന്റെ ആൾക്കാർ കൊടുക്കുന്ന ക്യാഷും സാധനം വാങ്ങി പോക്കറ്റ് ഇട്ടിട്ടാണ് അവർ നിങ്ങളെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമും ഒക്കെ കിട്ടുന്നുണ്ട് വരുമാനം. നന്നായി. ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ടൊക്കെ പൂട്ടിപ്പോയത് നന്നായി. ആൾക്കാരെ പറ്റിക്കാനല്ലേ ഒരു അക്കൗണ്ട്, അല്ലാണ്ട് ആരും നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അത് പോയത് നന്നായി. പക്ഷെ അവരുടെ വിഷമത്തിൽ ഞാൻ കുത്തിക്കൊള്ളിച്ച് പറയല്ല. നിങ്ങൾ മറ്റുള്ളവർ അങ്ങനെ ഒരു അബദ്ധത്തിൽ ഇനി ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഈ ഫസ്മിയ സക്കീർ കല്യാണത്തിന് ഡ്രസ്സ് വാങ്ങിയത് വരെ പുള്ളിക്കാരി ഗെയിം കളിത്താല് 4 ദിവസം മുമ്പ് ഇരുന്ന് ഗെയിം കളിച്ചിട്ടാണ് പൈസ മേടിച്ചത്. നിക് വ്ലോഗ്സ് ഏതോ ഒരു അപ്പാപ്പനെ വീട് വെച്ച് കൊടുത്തത് ഗെയിം കളിച്ച പൈസക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മറ്റൊരാൾ പണിക്ക് പോകുന്നത്? നിങ്ങൾ പറ, ഒരാൾ എന്തിനാണ് പണിക്ക് പോകുന്നത്? ഇങ്ങനെ ഗെയിം കളിക്കുന്നത് വഴി പൈസ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഒരാൾ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ കുത്തിരുന്ന് മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചിരുന്നാൽ പോരെ. ഈ വയനാടൻ വ്ലോഗ്സിന് എനിക്കറിയില്ല, ഞാൻ അവരുടെ പരിപാടി കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അവർ ഈ പരിപാടി തന്നെയാണെന്നാണ് കേട്ടത്. അങ്ങനെ ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്ന എല്ലാവരുടെ ചാനലും പൂട്ടിപ്പെട്ടു. അങ്ങനെ മറ്റുള്ളവരെ പറ്റിച്ച് അപകടത്തിൽ ചാടിച്ചിട്ട് മറ്റൊരാൾക്ക് പരോപകാരം ചെയ്യുന്നതിലും നല്ലത് ചെയ്യാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഇതൊക്കെയാണ് കയ്യിലിരിപ്പെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പോവാതെ നിങ്ങൾ തന്നെ നോക്കുക. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. ഈ സുജിനൊക്കെ പറ്റിപ്പിന്റെ ആളാണ്. താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ അനുഭവിക്കണം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ നാട്ടുകാരെ പറ്റിച്ചതിന്റെ ഫലമായിട്ടാണ് വരുമാനത്തിന്റെ ഒരു ഭാഗം മുടങ്ങിപ്പോയത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് മോണിറ്റൈസേഷൻ ഒക്കെ ഇനേബിൾ ആയിട്ട് ഒരുപാട് ക്യാഷ് കിട്ടുന്നില്ല. അത്രയും ഫോളോവേഴ്സ് പോയി കിട്ടി. ഇനി നിങ്ങളൊരു പുതിയ പേജ് തുടങ്ങണം, വീണ്ടും ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. മാന്യമായ രീതിയിൽ എന്തോരം വരുമാനം കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പോകണോ? ഈ ആപ്പിന്റെ പരസ്യത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, ഇതിൽ നിങ്ങൾക്ക് ലാഭവും ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും, അതൊക്കെ നിങ്ങളെ സ്വന്തം റിസ്കിൽ ഏറ്റെടുക്കണം എന്നുള്ളത് അവർ തന്നെ പറയുന്നുണ്ട്. ഇത്രയും കേട്ട് വെച്ചിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കുഴി കൊണ്ടേ ചാടിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് കേട്ടോ. ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക, ആരും പോയി വീഴാതിരിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.